ചേട്ടാ ചേട്ടൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സിനിമയുടെ ഡയറക്ഷനോ അല്ലെങ്കിൽ തിരക്കഥ അങ്ങനെ എന്തെങ്കിലും പ്ലാനോ? ഞാൻ അതിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ചേട്ടൻ്റെ ഒരുപാട് പേര് സിനിമ ഒരു സംവിധാനം ചെയ്യുന്നതിന് ഹോംവർക്ക് ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറേ സമയം എടുത്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിന് മറ്റേ ഡിസ്കഷനൊക്കെ നടക്കുന്നുള്ളൂ. ഏതായാലും സംവിധാന രംഗത്തേക്ക് ഉടനെ ഉണ്ടാവില്ല. കാരണം ഒരുപാട് മാസങ്ങൾ, ഒരുപാട് നാളുകൾ നമ്മളതിന് വേണ്ടി ശരിക്കും മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മറ്റു പല വർക്കുകൾക്കും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് തൽക്കാലം സംവിധാനത്തിലേക്കില്ല. അതിന് പുറകുള്ള മറ്റു കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. അത് എഴുതി ഏകദേശം ആയിട്ടുണ്ട്. അതിന് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. നായകൻ ഞാൻ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ തന്നെ ആവണമെന്ന്. പക്ഷേ ഒരിക്കലും പ്രൊഡ്യൂസർ അതിന് സമ്മതിക്കില്ല. കാരണം ഇതൊരു ബിസിനസ്സും കൂടിയാണല്ലോ. ആ നായകന്മാരുടെ അങ്ങനെ അതിലേക്കൊന്നും വന്നില്ല. നമ്മൾ അത്തരം ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല. മറ്റുള്ള മീറ്റിങ്ങൊക്കെ നടക്കുന്നുള്ളൂ. കോമഡി ആകാൻ ഇപ്പോൾ എല്ലാവരും കോമഡിയിൽ നിന്ന് വരുന്നവരെല്ലാവരും കോമഡി ചെയ്യണം അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോഴൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഈ കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ മറ്റുള്ള കഥാപാത്രങ്ങൾ തരുന്നില്ല എന്നുള്ള ഫീലിംഗ് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അത് ചില തീരുമാനങ്ങളാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അതിനൊക്കെ ഉദാഹരണത്തിന് ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ നമ്മൾ സിനിമയിലെടുത്ത് പറയണ്ട. ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത നമ്മുടെ വടിവേലു ചെയ്തൊരു സിനിമ മാമൻ. അപ്പോൾ എല്ലാ കലാകാരന്മാരും ടാലൻറ്റഡാണ്. അവരെ പരീക്ഷിക്കാൻ അവരെ വെച്ച് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസ് വരേണ്ടത് ആ കലാകാരനേക്കാൾ കൂടുതലായിട്ട് അവരെ വെച്ച് ചെയ്യുന്നവരാരാണോ അവർക്കാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്, എല്ലാത്തിനെക്കുറിച്ച് സെൻസുള്ളവരാണ്. പക്ഷേ പരീക്ഷിക്കാൻ തയ്യാറാവണം. അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ ദൈവത്തെ അനുഗ്രഹിച്ച് ഇപ്പോൾ നമ്മൾ കുറേ തമാശ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയതെല്ലാം അത്യാവശ്യം ക്യാരക്ടർ റോളുകളാണ്. അത് നന്നായി വരുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിന് സന്തോഷമുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറാണ്. തീർച്ചയായിട്ടും നമ്മൾ ഡിഫറൻ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ ചെയ്യാം, വ്യത്യസ്തമായ സിനിമകൾ എങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ നടക്കണമെന്നില്ല. ആഗ്രഹങ്ങൾ എല്ലാ സെക്കൻഡിലും ഉണ്ട്. നവംബറിൽ റിലീസ് ചെയ്യുന്ന മറ്റൊരു സിനിമ ആസിഫ് അലി നായകനാവുന്ന ചിത്രമാണ്. എൻ്റെ പേര് എ രഞ്ജിത്ത് സിനിമ. നിഷാൻ സാറ്റു ആണ് അതിൻ്റെ സംവിധായകൻ. അതുപോലെ തന്നെ ജോജു ഒക്കെ ആയിട്ടുള്ള ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയുണ്ട്. അതിൻ്റെ പേര് ആരോ എന്നാണ്. കരീമാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ റീസെൻ്റ്ലി എടുത്തു പറയേണ്ട ഒരു പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാനും ഭാര്യ രഹനയും ഒരുമിച്ച് അഭിനയിച്ച് ഞങ്ങൾ ലീഡിങ് റോളുകൾ കൈകാര്യം ചെയ്തൊരു സിനിമയാണ് ഇഴയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അധികം വൈകാതെ തിയേറ്ററിലെത്തേണ്ട ഒരു സിനിമയാണ്. വളരെ പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ് അതിനകത്ത്. ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ നീണ്ട നാൾക്ക് ശേഷം ഒരു പ്രതീക്ഷയില്ലാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന ഒരു സിനിമയാണത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വലിയൊരു അതിൻ്റെ ഒരു ത്രില്ലിംഗ് ഉണ്ട്. അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ സിനിമ ഇനി തുടങ്ങാൻ പോകുന്ന ചിത്രം രോഹിത് സംവിധാനം ചെയ്ത കളയൊക്കെ ഡയറക്റ്റ് ചെയ്ത രോഹിത്തിൻ്റെ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞ മൂവിയാണ്. അത് നവംബറിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും.